ഇയാൾ മെത്രാനായാൽ ഓർത്തഡോക്സ് സഭയുടെ ഡയോസിസ് ഓഫ് സൗത്ത് വെസ്റ്റ് അമേരിക്കൻ ഭദ്രാസനത്തിൽപ്പെട്ട ഒരു വിശ്വാസി കഴിഞ്ഞ ദിവസം ഞങ്ങളെ വിളിക്കുകയുണ്ടായി. ആ ഭദ്രാസനത്തിൽപ്പെട്ട ഐസക് ബി പ്രകാശ് എന്ന പാതിരെക്കുറിച്ച് ഈ വിശ്വാസി ഞങ്ങളോട് വെളിപ്പെടുത്തിയ ചില കാര്യങ്ങളാണ് ഇന്ന് ഞങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ പോകുന്നത്. ഈ പാതിരി സെയിൻറ് തോമസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ ഹൂസ്റ്റണിലെ വികാരിയാണ്. ഇദ്ദേഹം ഈ വരാൻ പോകുന്ന മെത്രാൻ തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിയായിരുന്നു. കഴിഞ്ഞ തവണയും ഇയാളെ ചിലർ നിർത്തി ജയിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തി. എങ്കിലും ഇയാളുടെ സ്വഭാവഗണങ്ങളെക്കുറിച്ച് കൃത്യമായ വിവരം അന്ന് ലഭിച്ചിരുന്നതിനാൽ ഇദ്ദേഹത്തെ കൺസിഡർ ചെയ്തില്ല. പക്ഷേ ഇത്തവണയും ഇയാൾ മത്സരരംഗത്ത് കടന്നു വന്നയാളാണ്. പക്ഷേ സ്ക്രീനിങ് കടന്നിട്ടില്ല. എങ്കിലും ഇതുപോലൊക്കെയുള്ള മുതലുകളാണ് ഓർത്തഡോക്സ് സഭയിൽ മെത്രാന്മാരാകുന്നത് എന്ന ഒരു സന്ദേശം ജനങ്ങൾക്ക് നൽകുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ വാർത്ത നൽകുന്നത്. ഈ ഐസക് ബി പ്രകാശിനെ കേരളത്തിൽ നിന്നും അമേരിക്കയിലേക്ക് ഓടിച്ചതിൻ്റെ പിന്നിൽ വളരെ രസകരമായ ഒരു കഥയുണ്ട്. ഇയാൾ പരിമലപ്പള്ളിയിലെ ആ ധ്യാന മന്ദിരത്തിൽ ഒരു യുവതിയെ കൊണ്ടുവന്ന് നടത്തിയ ചില പീഡന വാർത്തകൾ പുറത്തു വരികയും അത് വലിയ വിവാദമാകുകയും അങ്ങനെ രായ്ക്ക് രാമാനം ഇയാളെ അമേരിക്കയിലേക്ക് കടത്തുകയും ചെയ്ത കക്ഷിയാണ് ഈ ഐസക്. അവിടെ ചെന്നും ഇതിനൊന്നും യാതൊരു മാറ്റവുമില്ല എന്ന് ഈ യുവതിയുടെ വാക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നു. ഇനി പ്രേക്ഷകർ കേൾക്കുവാൻ പോകുന്നത് അമേരിക്കയിൽ നിന്നും ഈ ഐസക് ബി പ്രകാശ് എന്ന പാതിരിയെക്കുറിച്ച് ഒരു വിശ്വാസിനി i2 ന്യൂസിനോട് വെളിപ്പെടുത്തിയ ചില വസ്തുതകളാണ്. ഞാൻ US നിന്നാണ് ഈ മെസ്സേജ് അയക്കുന്നത്. വളരെയധികം വിഷമത്തോടെയാണ് ഞാൻ ഈ ഒരു മെസ്സേജ് ഇടുന്നത്. ഇതിനു മുമ്പ് ഞാൻ പല പ്രാവശ്യം ആലോചിച്ചു, ഞാൻ എൻ്റെ സഭയെ ഉപദ്രവിക്കുകയാണ്. പല ഉപദ്രവങ്ങളും എനിക്ക് വർഷങ്ങളായിട്ട് എനിക്ക് നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. എങ്കിലും ഞാൻ അപ്പോഴെല്ലാം വേണ്ട, ഇതെല്ലാം മാറും, ഇവരൊക്കെ നന്നാവും എന്നൊരിതിൽ, അല്ലെങ്കിൽ ഞാൻ ക്ഷമിക്കുന്നതാണല്ലോ ഏറ്റവും നല്ലത്. അത് എൻ്റെ അനുഭവത്തിൽ അത് സത്യമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അൺടിൽ നൗ എനിക്ക് ഞാൻ എത്രത്തോളം ക്ഷമിക്കുന്നോ അത്രത്തോളം സന്തോഷവും ആനന്ദവുമാണ് ദൈവം നമുക്ക് തരുന്നത്. പക്ഷേ ഇപ്പോൾ ഞാൻ ഈ മെസ്സേജ് ഇടുവാനുള്ള കാരണം ഐസക് ബി പ്രകാശ് എന്ന ഒരു അച്ഛനെ കുറിച്ച് പറയുവാനാണ്. ലേറ്റ്ലി ഞാൻ അറിഞ്ഞത് അദ്ദേഹം ഉടനെ തന്നെ മെത്രാനാവാനായിട്ടുള്ള എല്ലാ നീക്കങ്ങളും ആരംഭിച്ചിരിക്കുന്നു. ഇദ്ദേഹത്തെ പോലെയുള്ള ആൾക്കാർ മെത്രാനായി കഴിഞ്ഞാൽ സമൂഹത്തിന്റെ ഭാവി എന്തായിരിക്കും? സഭയിലെ വിശ്വാസികൾക്ക്, സഭയിലെ കുടുംബങ്ങൾക്ക്, അല്ലെങ്കിൽ സഭയിലെ കൊച്ചുമക്കൾക്ക് പോലും സമാധാനത്തോടെ ജീവിക്കാൻ പറ്റാത്തൊരു അന്തരീക്ഷമാണ് വരുന്നത്. പ്രത്യേകിച്ച് ഇദ്ദേഹം പെണ്ണുപിടിയലിന് വേണ്ടിയിട്ട്, ആ പേര് പറയുന്നതിന് എനിക്ക് യാതൊരു ഇതുമില്ല. ബിക്കോസ് ആ ഒരു പെണ്ണ് കേസിൽ ഒരു സ്ത്രീകളോട് എങ്ങനെ പെരുമാറണമെന്ന് അറിയാത്ത ഒരു വ്യക്തി എന്തും ചെയ്യുന്ന, പണത്തിന് വേണ്ടിയും പെണ്ണിന് വേണ്ടിയും, അദ്ദേഹത്തിന്റെ സ്വന്തം സുഖത്തിന് വേണ്ടിയും, അദ്ദേഹത്തിന്റെ സ്വന്തം ആനന്ദത്തിന് വേണ്ടിയും അദ്ദേഹം എന്തും ചെയ്യും, ഏതറ്റം വരെയും പോകും. എൻ്റെ ഒരു അനുഭവമാണ്. ഞാൻ 2 കുഞ്ഞുങ്ങളെ കൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു ആളാണ്. അത് ഒരു 20 വർഷത്തോളം ആയി ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കുന്നു. കുഞ്ഞുങ്ങളൊക്കെ വലുതായി. അവരെ വളരെ നല്ല രീതിയിൽ എനിക്ക് വളർത്തിയെടുക്കാൻ പറ്റി. ദൈവം മാത്രമേ എൻ്റെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. ഇവരെല്ലാവരും, പ്രത്യേകിച്ച് ഞാൻ കടന്നു വന്ന വഴിയിൽ എന്നെ വിഷമിപ്പിച്ച, എന്നെ അക്യൂസ് ചെയ്ത, എന്നെ കരയിപ്പിച്ച ഏറ്റവും മുന്തിയ ഗണങ്ങളാണ് ഈ പുരോഹിത വർഗങ്ങൾ. എല്ലാവരും എന്ന് ഞാൻ പറയുന്നില്ല. അതിൽ വളരെ ചുരുക്കം ചില ആൾക്കാർ വളരെ നല്ലവരാണ്. നമുക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോഴൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് നിന്ന, അല്ല എൻ്റെ കുഞ്ഞുങ്ങളെ സപ്പോർട്ട് ചെയ്ത് നിന്ന ഒത്തിരി പുരോഹിതന്മാരുണ്ട്. നല്ല വ്യക്തികളാണ് അവരൊക്കെ. പക്ഷേ ഒരു സ്ത്രീക്ക് വേറെ ഒരു താങ്ങായിട്ട് ആരുമില്ല. അവൾക്ക് വേറെ ഒരു തണലായിട്ട് ആരുമില്ല. അവളോട് എന്തും ചെയ്യാം, അവളോട് എന്തും നമുക്ക് പ്രവർത്തിക്കാം.
അവളിൽ നിന്ന് എന്തും നമുക്ക് നേടിയെടുക്കാം എന്ന് എനിക്ക് തോന്നുന്ന ഏറ്റവും കൂടുതൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു ഫീലിംഗ് അനുഭവപ്പെട്ടത് ഈ പുരോഹിതന്മാരിൽ നിന്നാണ്. നമുക്ക് സാധാരണ നമ്മുടെ നാട്ടിലാണെങ്കിലും ലോകത്തിൽ എവിടെ ആണെങ്കിലും ഒരു സഹായമില്ലാതെ ഒരു സിംഗിളായിട്ട് ജീവിക്കുന്ന ഒരാളുടെ കുറെ ആൾക്കാർക്ക് അനുകമ്പയും സഹായ ഒരു ഹസ്തവും ഒക്കെ നമുക്ക് കിട്ടാറുണ്ട്. അതുപോലെ തന്നെ അവരെ ചൂഷണം ചെയ്യാനുള്ള പബ്ലിക്കും ഉണ്ട് വെളിയിൽ. പക്ഷെ അതൊരു പുരോഹിതനിൽ നിന്നാവുമ്പോൾ, പ്രത്യേകിച്ച് നമ്മുടെ സഭയിലെ ഒരു പുരോഹിതനിൽ നിന്നാവുമ്പോൾ അത് നമുക്ക് ഭയങ്കരമായിട്ട് വേദന തരും, അതീവമായിട്ടുള്ള വേദന തരും. അതാണ് എനിക്ക് സംഭവിച്ചേക്കുന്നത്. ഈ ഐസക് ബി പ്രകാശ് ഇവിടെ വന്നപ്പോൾ മുതൽ, എനിക്ക് തോന്നുന്നൊരു 7-8-9 വർഷമായെന്ന് തോന്നുന്നു. അന്ന് മുതൽ എനിക്ക് അറിയാവുന്നതാണ്. കാരണം ഇവിടെ അധികം ആൾക്കാരൊന്നും അന്നില്ല, നമ്മൾ കുറച്ച് ആൾക്കാരുള്ളവരെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവർക്കും അറിയാം. ഇദ്ദേഹം വന്നിരുന്നു, പാട്ടിലും മിടുക്കനാണ്, പ്രസംഗത്തിലും മിടുക്കനാണ്. അപ്പോൾ എല്ലാ പ്രാർത്ഥനകൾക്കും പാട്ടുകൾക്കും ഒക്കെ എല്ലാവരും പോകുന്ന പോലെ ഞാനും പോകുന്നുണ്ടായിരുന്നു, പള്ളികളിലും ഒക്കെ. ആ സമയത്ത് എനിക്കപ്പോ ഒരു പ്രശ്നമുണ്ട്, ഞാൻ ഒറ്റയ്ക്കാണല്ലോ. പക്ഷെ ആ സമയത്തൊക്കെ ചില ആശ്വാസവചനങ്ങളൊക്കെ പറയാറുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ വലിയൊരു കൗൺസിലിംഗ്, പക്ഷെ എന്നെ കൗൺസിലിംഗ് എന്നുള്ള രീതിയിൽ എന്നെ ഓവർ ദ ഫോൺ പല അഡ്വൈസുകളും അദ്ദേഹം എനിക്ക് തന്നിട്ടുള്ള ഒരാളാണ്. പക്ഷേ അതൊരു ചൂഷണത്തിന്റെ രീതിയിലേക്ക് പോകുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല. അത് പോയി പണമായി. കാരണം വേറെ ഒരു അദ്ദേഹത്തിന് പെണ്ണ് വേണം, ആ ഒരു അപ്രോച്ച് ഒരിക്കലും എന്നിൽ നടക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് അത് പണത്തിലേക്ക് മാറി. പെണ്ണിന്റെ ആവശ്യങ്ങൾക്ക് വേറെ സ്ത്രീകൾ അദ്ദേഹത്തിനുണ്ട്, അത് അങ്ങനെ നടക്കുന്നു. പണത്തിന്റെ ആവശ്യമാണ് പിന്നെയുള്ളത്. അപ്പം പല കാര്യങ്ങൾക്കും പണത്തിന്റെ ആവശ്യങ്ങൾക്ക് അത് ഞാനൊരിക്കലും ചൂഷണം ചെയ്തതായിട്ട് പറയില്ല. കാരണം ഞാൻ അറിയാതെ, അല്ല നാം ഓരോരുത്തരും അറിയാതെ നമ്മുടെ കയ്യിൽ നിന്നുള്ള പണമോ നമ്മുടെ ശരീരമോ നമ്മുടെ മനസ്സോ ഒന്നും ആർക്കും കൂട്ടാൻ പറ്റില്ല. നമ്മുടെ പണത്തിന്റെയും നമ്മുടെ ശരീരത്തിന്റെയും ഒക്കെ കൺട്രോളർ നമ്മൾ തന്നെയാണ്. അപ്പം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ പണം ഞാൻ കൊടുത്തത്. പക്ഷേ ആ പണം വേറെ നല്ല രീതികളിലൊക്കെ ഉപയോഗിക്കുന്നു എന്നൊക്കെയാണ് നമ്മൾ ഉദ്ദേശിച്ചത്. പക്ഷെ അതൊന്നും അല്ലാന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ ആ ഒരു സഹായ ഹസ്തങ്ങളൊക്കെ അങ്ങ് നിർത്തി. അതെപ്പോൾ നിർത്തിയോ അന്ന് മുതൽ ഇദ്ദേഹം എന്നെ ആക്രമിക്കുവാൻ തുടങ്ങി. പല രീതികളില് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള സംസാരങ്ങളും ഇൻഡയറക്റ്റ് ആയിട്ടുള്ള അക്യൂസേഷൻസും ഹ്യൂമിലിയേഷൻസും എന്ന് വേണ്ട ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ എന്നെ ആക്രമിക്കാൻ തുടങ്ങി. പക്ഷെ ഞാൻ അതൊന്നും ഇതാക്കിയില്ല. പിന്നെ കുറെ നാളും നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിനൊരു ടെക്സ്റ്റ് അയക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴൊന്നും അതിന് മറുപടിയോ ഒന്നുമില്ല. കാരണം അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നില്ല, ഇത്രയേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ കൂടെ എവിടെയെങ്കിലും ചെല്ലണമെന്ന് പറഞ്ഞാൽ നമ്മൾ ചെന്നിരിക്കണം. അദ്ദേഹം പറയുന്ന സ്ഥലത്ത് ഇന്ന കാര്യം ചെയ്യണമെന്ന് പറഞ്ഞാൽ നാം ചെയ്തിരിക്കണം. അദ്ദേഹം പറയുന്നിടത്ത് നമ്മൾ പണം കൊടുക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്തിരിക്കണം. ഇത് നമ്മൾ ചെയ്തില്ലെങ്കിൽ അദ്ദേഹം ഏതറ്റം വരെയും നമ്മളെ നശിപ്പിക്കുവാനായിട്ട് പോകും. അതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഞാനായിരിക്കുന്ന എൻ്റെ കത്തീഡ്രൽ പള്ളിയിലുള്ള എൻ്റെ സഹോദരങ്ങൾക്ക് കുറച്ചൊക്കെ ഈ കാര്യങ്ങൾ അറിയാം. അതുപോലെ ഇദ്ദേഹം സ്ത്രീകളുടെ കാര്യത്തിൽ എപ്പോഴും അതാണ്, സ്ത്രീകളെ കൊണ്ട് ഇങ്ങനെ നടക്കുക. അവര് പറയുന്നത് അവരുടെ ഭാഗത്തു നിന്ന് പറയുമ്പോഴത്തേക്കിന് ഈ സ്ത്രീകള് അവര് ചിലപ്പോൾ റൈഡ് കൊടുത്തെന്നായിരിക്കും പറയുന്നത്, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ അവര് കഞ്ഞിയും കറിയും വെക്കാൻ കൊണ്ടുപോയെന്ന് പറയുന്നത്. ഇങ്ങനെ പല കാര്യങ്ങൾക്ക് അവർക്ക് എക്സ്ക്യൂസ് ഉണ്ട്. പക്ഷെ ഞാനൊന്ന് ചോദിച്ചോട്ടെ, നമ്മൾ എത്ര പേരാണ് നമ്മുടെ ഒരു നോർമൽ ആയിട്ടുള്ള ഒരിതില് നമ്മൾ അങ്ങനെ ഒരു പുരോഹിതനാണ് കൊണ്ടുപോയത്? അപ്പൊ ഈ പറയുന്ന ആൾക്കാർക്കൊക്കെ ഭർത്താക്കന്മാരുള്ളവരാണ്. അപ്പൊ ഈ ഭർത്താക്കന്മാരുടെ അനുമതിയോടെയാണ് ഇവർ ഓരോ കാര്യങ്ങൾക്ക് ഇവരെ യൂസ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളിൽ നിന്ന് ഞാൻ കുറച്ച് ഡീസന്റ് വേർഡ്സിൽ ഞാൻ അതിനെ പറയുന്നു എന്നേ ഉള്ളൂ. എനിക്ക് അത്ര ഒരു തരം താണ ഒരു വേർഡ് അങ്ങോട്ട് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇച്ചിരി ഡീസന്റ് ആയിട്ട് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ ഫാദർ ഐസക് പി പ്രകാശിന്റെ ആവശ്യങ്ങൾക്ക് അദ്ദേഹം ഉപയോഗിക്കുവാണ് സ്ത്രീകളെ. ഈ അടുത്ത ഇടയിൽ തന്നെ ആണെങ്കിലും ഞാൻ അറിഞ്ഞ ഒരു കാര്യം, ഒരു സ്ത്രീയുണ്ട്, ആ സ്ത്രീയെ ഇദ്ദേഹം പൂർണ്ണമായിട്ട് ഉപയോഗിക്കുന്നു. ആ സ്ത്രീയുടെ മകള്, അത് നമുക്ക് ഒത്തിരി വേദന അനുഭവപ്പെട്ട ഒരു കാര്യമാണ്. ആ സ്ത്രീയുടെ മകളെ പോലും ഇയാൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കുട്ടിയെ
നമ്മുടെ നാട്ടിൽ നിന്നൊരു ഷമ്മാശനാണ് കല്യാണം കഴിച്ചത്. ഒരു ഷമ്മാശൻ കല്യാണം കഴിച്ച് അവര് സന്തോഷം. അപ്പൊ ഇതിനൊക്കെ ഇവര് വളം വെച്ചു കൊടുക്കും. ഇവർക്ക് ഇഷ്ടമുള്ളവരെ ഇവര് ഷമ്മാശന്മാരെ കൊണ്ടും അച്ഛന്മാരെയും കൊണ്ടും തിരുമേനിമാരെയും കൊണ്ടും വേണം കല്യാണം കഴിപ്പിക്കും. എന്തിനാന്ന് ചോദിച്ചാല് അതിനുശേഷം വേണം ഈ കുഞ്ഞുങ്ങളെ യൂസ് ചെയ്യാനായിട്ട്. അതാണ് ഇതിനകത്ത് സത്യം. ഈ സത്യം കണ്ണുകൊണ്ട് കണ്ട ഒരു വ്യക്തിയാണ് ഞാൻ. അതിനുശേഷം ഈ ഷമ്മാശൻ ഇവിടെ വന്നു. പക്ഷേ വന്നതിന് ശേഷം ഈ കുട്ടിയെ, അതായത് ഈ ഷമ്മാശൻ കല്യാണം കഴിച്ചിരിക്കുന്ന ആ കുട്ടിയെ ഇദ്ദേഹം ഉപയോഗിച്ചുകൊണ്ടിരിക്കുവാണ്. ഇദ്ദേഹത്തിന്റെ പല ആവശ്യങ്ങൾക്ക് ഇദ്ദേഹം ഉപയോഗിക്കുന്നു. എന്തിനു കൂടുതൽ പറയണം, അവർ തമ്മിൽ പിരിഞ്ഞു ആ ബന്ധം. കാരണം ആ ഷമ്മാശൻ പറഞ്ഞു, ഇങ്ങനെ നടക്കുന്ന ഒരു സ്ത്രീയെ എനിക്ക് ഭാര്യയായിട്ട് വേണ്ട. അപ്പം ഇതാണ് ഇവര് ചെയ്യുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ പല രീതിയിലും ഇവർക്ക് ഇഷ്ടപ്പെട്ടവരെ, ഇവരുടെ കയ്യിൽ ഒതുങ്ങുന്നവരെ, ഇവർക്ക് സ്ത്രീകളെ ഉപയോഗിക്കാൻ പറ്റുന്ന ആൾക്കാരെ കൊണ്ട് ഇവര് വിവാഹബന്ധം വരെ ചെയ്യിപ്പിക്കും. എന്തിനാന്ന് ചോദിച്ചാൽ ഈ പാവപ്പെട്ട ഏതെങ്കിലും പയ്യന്മാരെ കൊണ്ടുവന്ന് കഴിയുവാണെങ്കിൽ ഈ കുഞ്ഞുങ്ങളെ ഇവർക്ക് ഉപയോഗിക്കാമല്ലോ. ഇതാണ് നടക്കുന്നത്. ഇതിപ്പോ ആ കുട്ടിയുടെ അമ്മയെന്ന് പറയുന്ന ഒരു വ്യക്തിയും ഇയാൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. പറയുമ്പം വേദനയുണ്ട്. ഈ ഐസക് ബി പ്രകാശിനെയും ഇതെല്ലാം എന്നിട്ട് ഇയാളുടെ കൂടെ നടക്കുന്നവരൊക്കെ MMVS ആൾക്കാരാണ്. ഈ പറയും MMVS അത് വളരെ വളരെ വിരലേൽ എണ്ണാവുന്ന കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. അല്ലാതെ അതിൽ കൂടുതൽ ആരും ഇയാളുടെ കൂടെ പോകുന്നില്ല. ഇയാളുടെ ഈ പല ആവശ്യങ്ങൾക്കും ഇയാളുടെ വരുതിയിൽ നിൽക്കുന്ന സ്ത്രീകൾ കുറെ പേരുണ്ട്. അവരെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുവാണ് ഇയാൾ. ഞാൻ ഒരു വ്യക്തിയുടെ പോലും പേര് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇവര് ഒരിക്കല് ഒരു കോൺഫറൻസ് നടന്നപ്പം ഈ ഫാദർ ഐസക് ബി പ്രകാശിനെയും ഈ MMVS ആളെന്ന് പറയുന്ന ആ സ്ത്രീയെയും ഹോട്ടൽ മുറിയിൽ നിന്ന് മറ്റുള്ള ആൾക്കാർ പിടിച്ചു ചോദ്യം ചെയ്തു. ഇവിടെ നടന്ന കാര്യമാണ്. അപ്പോൾ അവരുടെ എക്സ്ക്യൂസ് ഞങ്ങള് അടുത്ത ദിവസത്തെ അജണ്ട തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അജണ്ട തയ്യാറാക്കാനായിട്ട് ഒരു ഹോട്ടലിൽ വേറെ എത്രയോ സ്പേസസ് അവൈലബിൾ ആണ്. ഓഫീസസ് അവിടെയുണ്ട്, കോൺഫറൻസ് റൂംസ് അവിടെയുണ്ട്. നമുക്ക് തന്നെ അറിയാമല്ലോ. അല്ലെങ്കിൽ നമുക്ക് ഓപ്പൺ ആയിട്ട് ലോബിയിൽ ഇരുന്ന് സംസാരിക്കാൻ എന്തെല്ലാം ഉണ്ട്. അത് ഈ അച്ഛൻ താമസിക്കുന്ന മുറിയിൽ തന്നെ പോയി രാത്രി 12 മണിക്കും 1 മണിക്കും ആ മുറിയിൽ ഇരുന്നുകൊണ്ട് വേണോ ഈ സ്ത്രീ സംസാരിക്കാനായിട്ട്. അപ്പൊ അതൊക്കെ പിടിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. അങ്ങനെ ചെറുതും വലുതുമായിട്ട് പല രീതികളിൽ ഈ ഐസക് ബി പ്രകാശ് ഈ അമേരിക്കയില് വളരെ ബാഡായിട്ട് സ്ത്രീകളുമായിട്ടുള്ള ബന്ധങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്റെ ഒരു കാര്യം എനിക്ക് പറയുകയാണ്. ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരാളാന്ന് പറഞ്ഞു. പല പ്രാവശ്യം എന്റെ വീട്ടിൽ വരാൻ അദ്ദേഹം പല പ്രാവശ്യം ട്രൈ ചെയ്തു, വിളിച്ചു. പക്ഷെ ഞാൻ പറഞ്ഞു, എന്റെ കുഞ്ഞുങ്ങളുള്ള സമയത്ത് എന്റെ വീട്ടിൽ ഏത് പ്രാർത്ഥനയ്ക്കും ആൾക്കാർക്ക് വരാം, ഏത് കൂതാശയ്ക്കും ആൾക്കാർക്ക് വരാം. എന്റെ കുഞ്ഞുങ്ങൾ എന്റെ വീട്ടിലില്ലത് ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു വീട്ടിൽ ഒരാളെയും ഞാൻ അനുവദിക്കത്തില്ല വരാനായിട്ട്. ഒരു പ്രാർത്ഥനയും എനിക്ക് ആവശ്യമില്ല, ഒരു കൂതാശയും എനിക്ക് ആവശ്യമില്ല. അങ്ങനെ ഞാൻ അതാണ് ഞാൻ പറയുന്നത്. നമ്മൾ സ്ത്രീകൾ കുറച്ചെല്ലാ കൺട്രോളും നമ്മുടെ കയ്യിലാണ് ഇരിക്കുന്നത്. നമ്മൾ പ്രാർത്ഥിച്ചാൽ നമ്മുടെ ദൈവം കേൾക്കും. ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരാളാണ്. നമ്മുടെ കാര്യങ്ങൾ അവര് പറയും, ഞങ്ങൾ ഭവന സന്ദർശനത്തിന് വരുന്നു, ഞങ്ങൾ ആ സന്ദർശനത്തിന് വരുന്നു, ഞങ്ങൾ കൂതാശിക്കണം, ഇപ്പൊ അവിടെ വന്നിട്ട് വർഷത്തിലൊരിക്കൽ വീട്ടിൽ പ്രാർത്ഥിക്കണം, പ്രാർത്ഥന വെക്കണം. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. എന്റെ വീട്ടിൽ ആരും വരണ്ട. എന്റെ കുട്ടികൾ എന്റെ കൂടെ ഉള്ളപ്പോൾ അവരിപ്പോ കോളേജിൽ പഠിക്കുകയും ജോലിയൊക്കെയാണ്. അപ്പൊ പിന്നെ എനിക്കിവിടെ ആരുമില്ല എന്റെ കൂടെ, അതുകൊണ്ട് ഞാൻ വരണ്ടെന്ന് പറഞ്ഞു. അത് അതീവമായിട്ട് ഇവർക്ക് ദേഷ്യമുണ്ടാക്കി. കാരണം ഇങ്ങനെ ഓരോന്ന് പറഞ്ഞാണ് ഇവര് കൂടുന്നത്. എനിക്ക് ഇതൊന്നും പറ്റത്തില്ല. അങ്ങനെയൊക്കെ അവരെ സ്വീകരിക്കുകയും അവർക്ക് കപ്പയും കഞ്ഞിയും വെച്ചു കൊടുക്കുകയും അവരുടെ കാല് തിരുമ്പി കൊടുക്കാനായിട്ടും ഒക്കെ ആൾക്കാർ സ്ത്രീകൾ കാണുമായിരിക്കും. പക്ഷെ എന്നെ അതിന് കിട്ടില്ല. ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഞാൻ അനുവദിക്കാതിരുന്നപ്പോൾ ഇദ്ദേഹം വളരെ ബാഡായിട്ടാണ് എന്നോട് പെരുമാറാൻ തുടങ്ങിയത്. ഒരിക്കൽ ഞാൻ ഓർക്കുന്നു, നോട്ട് ടു ലോങ് എഗോ, ഒരു ഫ്യൂ മന്ത്സ് എഗോ, ഇദ്ദേഹം ഇൻഡയറക്റ്റ് ആയിട്ട് എന്നോട് പറഞ്ഞതാണ്. ഞങ്ങള് ഒരു ചർച്ചിൽ നിന്ന് ഒരു ഗ്രൂപ്പായിട്ട് ഒരു കാര്യത്തിന് പോയപ്പോൾ ഇദ്ദേഹം എന്നോട് പറഞ്ഞാണ്, ഇപ്പൊ ഇത് കഴിയുമ്പോഴത്തേന് വീട്ടിലോട്ട് വന്നുകൂടെ. അപ്പൊ ഞാൻ ചോദിച്ചു, അതെന്തിനാ അച്ഛാ, വീട്ടിലാരും ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ, എന്തിനാ ഈ രാത്രി അച്ഛൻ വീട്ടിൽ വരുന്നത്? അല്ല, എന്റെ വീടിന്റെ അടുത്താ, അങ്ങോട്ട് വന്നു. ഒന്ന് ആലോചിച്ചു നോക്കിയേ, സമൂഹം ഒന്ന് ആലോചിച്ചു നോക്കിയേ.
സമൂഹം ഒന്ന് ആലോചിച്ച് നോക്കിയേ. രാത്രിയിൽ നമ്മൾ നമ്മുടെ ചർച്ചിൽ നിന്ന് ഇപ്പൊ പ്രാർത്ഥന യോഗത്തിനോ അല്ലെ ഏതെങ്കിലും ഒരു പൊതുവായിട്ടുള്ള ഏതെങ്കിലും ഒരു മീറ്റിങ്ങിന് നമ്മൾ പോകുന്നു. അവിടെ നിന്ന് സഭയിലെ ഒരു വിശ്വാസി ഒരു സ്ത്രീയോട് പറയാണ്, എന്റെ വീട്ടിലോട്ട് രാത്രിയിലോട്ട് പോവാ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? എങ്ങനെയാണ് ജീവിക്കുന്നത്? പ്രത്യേകിച്ച് എന്നെയൊക്കെ പോലെയുള്ള ഒരാൾക്കാർക്ക് ഇതൊന്നും ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല. പറയാതിരുന്നത് കാരണം ഇയാൾ എന്നെ കൊല്ലും, ഇയാളുടെ ശിങ്കടികളും കൊല്ലും. അതാണ് ഇപ്പൊ ഇവിടുത്തെ ഇത്. ഇനി എനിക്ക് കുഴപ്പമില്ല, എനിക്കിനി മരിച്ചാലും കുഴപ്പമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഓപ്പൺ ആയിട്ട് ഇത് പറയുന്നത്. അദ്ദേഹത്തിന്റെ കൂടെ കിടക്കാനായിട്ട് വാ, അയാളുടെ വീട്ടിലോട്ട് വാ. ഈയിടെ അയാൾ ഇവിടെ അങ്ങോട്ടൊരു പുതിയ വീട് മേടിച്ചു എന്ന് ഞാൻ കേട്ടു. അവിടോട്ട് വരാനാണ് ഈ വിളിക്കുന്നത്. ഒരു സഹായം എനിക്കില്ലാത്തതുകൊണ്ട്, കൂടെ ആരും ഇല്ലാത്തത് കൊണ്ട് ഏത് രീതിയിലും ഈ പുരോഹിതന്മാർക്ക് ചൂഷണം ചെയ്യാൻ പറ്റുമോ? അങ്ങനെയാണോ? അതും ഇതേ ഒരു പുരോഹിതനല്ലേ, ഒരു വൈദികനല്ലയോ? വലിയ ബുദ്ധിമുട്ടാണ്. പറയണ്ടെന്ന് ഞാൻ പല പ്രാവശ്യം ആലോചിച്ചു. പക്ഷെ ചങ്ക് തകരുവാണ് ഇങ്ങനെയുള്ള ഓരോന്ന് കേട്ട് കഴിയുമ്പോൾ. അറിയാമോ, അത് ഇനിയും എനിക്ക് കുറെ കാര്യങ്ങളുണ്ട് പറയാനായിട്ട്. പക്ഷെ ഈ ഐസക് പി പ്രകാശിന് ഒരു കാരണവശാലും ദയവ് ചെയ്ത് എന്നെ കേൾക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ ഒരു മെത്രാൻ സ്ഥാനത്തേക്ക് ആരെ തിരഞ്ഞെടുക്കുന്നോ, ആര് വന്നാലും അത് സഭയ്ക്കും സമൂഹത്തിനും പ്രത്യേകിച്ച് സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും ഗുണപ്പെട്ട ഒരാളെ നമുക്ക് തെരഞ്ഞെടുക്കാനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഇപ്പൊ ഞാനിങ്ങനെ ഒരു മെസ്സേജ് ഇട്ടെന്ന് വിചാരിച്ചോണ്ട് ഞാൻ ഒരിക്കലും അയാളെ തെരഞ്ഞെടുക്കരുത് എന്ന് ഞാൻ പറയുന്നില്ല. അത് ദൈവത്തിന്റെ കയ്യിലാണ്. ചിലപ്പോൾ അത് പൈശാചികതയുമായിരിക്കും, ചിലപ്പോൾ പിശാച് തെരഞ്ഞെടുക്കുന്നുണ്ട്. നമ്മൾ കണ്ടിട്ടുണ്ട്, പിശാചിന്റെ തെരഞ്ഞെടുത്ത ആൾക്കാരെയും നമ്മുടെ മുമ്പിൽ നമ്മൾ കാണുന്നുണ്ട്. കാരണം ഈ ഐസക് ബി പ്രകാശ് അടക്കം ഇത് ദൈവത്തിന്റെ നടത്തിപ്പല്ല, ഇത് പിശാചാണ് ഇയാളെ തെരഞ്ഞെടുത്തേക്കുന്നത്. കുടുംബങ്ങളെയും കുടുംബ ബന്ധങ്ങളെയും നശിപ്പിക്കാനായിട്ട് എടുത്തേക്കുന്ന ഒരു മനുഷ്യനാണ് ഇദ്ദേഹം. അത് പറയാതിരിക്കാൻ പറ്റില്ല. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പ്രിയപ്പെട്ട വിശ്വാസികളെ, ഇതുപോലൊക്കെയുള്ള മുതലുകളാണ് ഓർത്തഡോക്സ് സഭയിൽ മെത്രാന്മാരായി വരുന്നത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.